ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഫുഡ് vs ചോപ്സ്റ്റിക്. സോ നമ്മൾ ഇത് നമ്മുടെ വീട്ടോക്സ് ചാനൽ ഇതിന് മുന്നേ ഈ ഒരു ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ പാർട്ട് 2 ആണ് ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ, പറഞ്ഞു ആവശ്യമില്ലല്ലോ. പാർട്ട് 1 ചാനൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. പാർട്ട് 1 ചാനൽ ഇല്ലായിരുന്നു. സിമ്പിൾ ആയിട്ട് എനിക്ക് കാര്യം മനസ്സിലായി. ഇതിനകത്ത് എന്ത് കിട്ടിയാലാണ് നമ്മൾ ജയിക്കുന്നത്? അല്ലല്ല, ഏത് കിട്ടാനാണ് ആഗ്രഹിക്കുന്നത്? സ്പൂൺ ഉണ്ട്, ഫോക്ക് ഉണ്ട്, പറയുമ്പോഴല്ലേ ചോപ്സ്റ്റിക് ഉണ്ട്. അത് സെലക്ട് ചെയ്യുന്നതല്ല, തിന്നുന്നതിലാണ് കാര്യം. അതാണ് കളി ഗൈസ്, അതാണ്. കിട്ടുന്നത് ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും കിട്ടും, അല്ല ചാർലി? പക്ഷെ അത് ഏറ്റവും കൂടുതൽ കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം. സോ ഗൈസ്, അപ്പൊ ഈ ഒരു ചാലഞ്ച് എന്തായാലും റൗണ്ട് ബേസ് ആയിട്ടാണ് നടക്കുന്നത്. ഓരോ റൗണ്ടിലും അടിപൊളിയായിട്ട് ഫൺ ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. സോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ചോപ്സ്റ്റിക്? ഇങ്ങനെ പിടിച്ചില്ല ചോപ്സ്റ്റിക്ക്. ശരിക്കും എങ്ങനെയാണ് ചോപ്സ്റ്റിക്ക് അതാണ് ചോപ്സ്റ്റിക്ക് എങ്ങനെയൊക്കെയാന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയില്ല എന്നറിയാം. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? എന്ന് വെച്ച് വെക്കോ. ചോപ്സ്റ്റിക്ക് എന്താന്ന് അറിയോ? എന്താ? രണ്ട് പടി. അതിങ്ങനെ വിരലിന്റെ ഇടയിൽ കൂടെ വെച്ചിട്ടാണ് അത് പിടിക്കുന്നത്. ഇതൊരുമാതിരി വിരലിന്റെ ഇടയിലൊന്നും എനിക്ക് വരുന്നത്. രണ്ട് കൈ എങ്ങനെയായാലും ഇങ്ങനെ വായിലേക്ക് ഇടുക. അതൊക്കെ വള്ളി പോയി പറഞ്ഞത്. ഓക്കെ, ചോപ്സ്റ്റിക്ക് വെച്ചിട്ട് കുത്താനോ കോരാനോ പാടില്ല. ഐ മീൻ കുത്തിയെടുക്കാൻ പാടില്ല ഫുഡ് ഐറ്റം. ഓക്കെ, അത് എങ്ങനെയാണ്? രണ്ടെണ്ണം വെച്ചിട്ട് ഇങ്ങനെ തന്നെ എടുക്കണം. ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കണം. മനസ്സിലായോ? ഓക്കെ ഗൈസ്, അപ്പൊ ഈ ഒരു വലിയൊരു ബോളിൽ ഞാൻ ചെറുതാക്കിയിട്ട് പേപ്പറിൽ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ചൂസ് ചെയ്യണം. എന്നിട്ടാണ് ഫസ്റ്റ് റൗണ്ടിൽ ഏത് ഫുഡ് ഐറ്റം വരുന്നത് എന്നുള്ള അറിയുള്ളൂ. മനസ്സിലായല്ലോ? സാവധാനം എടുക്കുക. നിങ്ങൾക്ക് വിധിച്ച് കിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ ഗൈസ്, ആദ്യം കൊമ്പതോ ഫോക്ക്. ഫോക്കാണ് ഗൈസ് കിട്ടിയിട്ടുള്ളത്. ചോപ്സ്റ്റിക്ക് പോയില്ല ഗൈസ്. ഓക്കെ, സോ അടുത്തത് നമ്മുടെ ചാർലി ഓപ്പൺ കരോ. രണ്ട് ചോപ്സ്റ്റിക്ക് ഉണ്ടോ? സത്യം പറഞ്ഞാൽ ആദ്യത്തെ റൗണ്ടിലൊക്കെ ഞാൻ ഇങ്ങനെ ആയിരിക്കും. രണ്ടാമത്തെ റൗണ്ട് തൊട്ട് നോക്കിക്കാം. നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ ഗൈസ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈറ്റ്സ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഗൈസ്, അപ്പൊ ഇനി കഴിക്കാനുള്ള സമയമാണ് കേട്ടോ. കഴിക്കാവേ. ചൈനീസ് 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 ഫസ്റ്റ് റൗണ്ട് ആയതുകൊണ്ട് കുറച്ച് ഈസി സാധനം കൊടുക്കാന്ന് വിചാരിച്ചു. ഇനി അടിപൊളി സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. One hour later. ആദ്യത്തെ റൗണ്ടിലൂടെ കഴിഞ്ഞു ഗൈസ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ റൗണ്ടിൽ ഗൈസ് ഓക്കെ നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത് ഐസ്ക്രീം ആണ്. യെസ് ഗൈസ്, ഒക്കെ ഇവിടെ 1 2 3 3 ഉണ്ട്. അതെ, അതെടുക്ക് കുഞ്ഞാടെ വീട്. ചോപ്സ്റ്റിക് ആയിട്ടുണ്ടെങ്കിൽ അല്ല, ഇത് കമത്ത്. ഫസ്റ്റ് നമ്മുടെ എഡ്വിൻ ബി സി ബി പോലെ ചാർലിക്ക് സ്പൂണാ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആസ് യൂഷ്വൽ ഗൈസ് നമ്മുടെ കൊമ്പന് ചോപ്സ്റ്റിക് ഇട്ടിരിക്കുന്നു ഗൈസ്. അപ്പോൾ ലെറ്റ്സ് ഈറ്റ്. അയ്യോ, ഇത് രണ്ട് സ്പൂണല്ല. എടുക്ക ഇങ്ങനെ ഒക്കെ തിന്നാം. ഇത് സ്പൂണും ഫോക്കും സീൻ കോരി ഫോണാണ് കേട്ടോ. നമുക്ക് ഇനി നമ്മുടെ ചാലഞ്ചിലെ മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ അടുത്ത മൂന്നാമത്തെ റൗണ്ടില് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ്. ചോപ്സ്റ്റിക് ഇട്ടുന്ന ആള് അതിന്റേതായ രീതിയിൽ തന്നെ എടുക്കണം. പോക്ക് ഇട്ടുന്ന ആള് കുത്തി എടുക്കണം. സ്പൂൺ ഇട്ടുന്ന ആള് കോരി എടുക്കണം. ഓക്കെ, അതാണ് അതിന്റെ രീതി. ആദ്യം നമ്മുടെ ചാർലി തുറക്കുന്നത്. അയ്യോ പോട്ടെ, ചോപ്സ്റ്റിക് ആണ്.
സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫോക്ക് ഇടുന്ന ആള് കുത്തി കഴിക്കുക, സ്പൂൺ ഇടുന്ന ആള് കോരി കഴിക്കുക, ചോപ്സ്റ്റിക്ക് പിന്നെ ചോപ്സ്റ്റിക്കിന്റെ രീതിയിൽ തന്നെ കഴിക്കുക. ഇതെന്തത് ചോറോ? ചോറായിരുന്നു പോലെ സ്പൂൺ കൊണ്ട് ഗായ്സ്. അപ്പോൾ നമ്മുടെ ഒരു ചാലഞ്ചിലെ 3 റൗണ്ടുകൾ ഗായ്സ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. 4ാമത്തെ റൗണ്ടിലോട്ട് പോട്ടെ, പോവാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് റൗണ്ടിൽ നമ്മൾ വെക്കാൻ വേണ്ടി ഇവിടെ പെപ്സി. ഇത് 2 പേര് സന്തോഷവാനാവും അല്ലേ? ഞാൻ കുറച്ച് ബോളിൽ ഒഴിക്കും, അത് കുടിച്ച് തീർക്കുവാണെങ്കിൽ അടുത്തത് ഒഴിച്ചു തരും. അങ്ങോട്ടെ നീ ആയിരുന്നോ? കൊമ്പൻ തുറക്കട്ടെ. സ്പൂണ് ഇല്ല ഇവിടെയാണ് റാഷിക് ഡിബി മാജിക്. റാഷിക് ഡിബി മാജിക് ആണ്. മാജിക് ആണ്. വേറെ 2 നുള്ളു ഉള്ളിട്ട് പോടാ വെച്ച്. ലെറ്റ്സ് സ്റ്റാർട്ട് ഗൈസ്. ഇത് സത്യം പറഞ്ഞ പോർക്കനാ മണി. അതല്ല, ഞാനൊരു കാര്യം പറഞ്ഞേ, കഷ്ടപ്പെട്ട് കോരി എടുക്കുക, ആ ഗ്യാപ്പ് കൂടെ ഫുള്ള് പോകും. ഇവിടുന്ന് ഇവിടെ എത്തുമ്പോ ടേസ്റ്റ് പോകുന്നു. രക്ഷപ്പെട്ടു സ്പൂണില് തീരുന്നില്ലല്ലോ. നമ്മുടെ ഈ ഒരു ചാലഞ്ചില് അടുത്ത റൗണ്ടിലോട്ട് നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ ചാലഞ്ചിൽ നമ്മൾ ഇതാ എല്ലാരും നല്ല വിശക്കണെന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്നൊരു ഫ്രൈഡ് റൈസ് അങ്ങ് സെറ്റ് ആക്കി. കിട്ടല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന. അടിണ്ടാക്കരുത്. കൊമ്പൻ തുറക്കട്ടെ, ചോപ്സ്റ്റിക്ക് വരട്ടെ. ഫോർക്കടാ. എനിക്കപ്പോ ഒരു കാര്യം ചോദിക്കണം, നിങ്ങൾ ആദ്യം ആരാ തുറക്കുന്നത്? നിങ്ങൾ ഇറക്കട്ടെ, ഞാൻ വല്ല പറയും കേട്ടോ. തുറക്കും. ഓക്കെ ഗായ്സ്, അപ്പൊ ചാർലിയാണ് തുറക്കുന്നത്. എല്ലാ കണ്ണുകളും ഇനി അഥവാ വേറൊന്നില്ല ആയിരിക്കും തുറന്നതാ. സംഭവം ഞാൻ മാറ്റിട്ടൊന്നുമില്ല, സെയിം പേപ്പർ. അയ്യോ, റാഷിക് ഡിബിയുടെ മാജിക് ഒന്നും ഇപ്പൊ നടക്കുന്നില്ല. ഗൈസ് you can start guys. കഴിക്കാം കുഴപ്പമില്ല. രണ്ട് അരിമണി ഇത് എവിടേക്കാണ് വെച്ചേക്കുന്നേ? ഇത് 2-3 പേരുടെ ഇടയിൽ കൂടെ കിട്ടിയല്ലോ, മനസ്സിലായല്ലോ. ഓ പഠിച്ചു പൊളി, അത്രേ ഉള്ളൂ. അത് കെച്ചപ്പ് മുക്കിയില്ലല്ലോ. ആ കെച്ചപ്പ് കൂടി മുക്കിക്കോടാ, അല്ലെങ്കിൽ കെച്ചപ്പിന് വിഷമാവും. ഓ പൊളി. സത്യം പറഞ്ഞ ഇത് പോർക്കും കൊണ്ടാ കഴിക്കണ്ടേ? അയ്യോ, എന്താ സ്പൂൺ കൊണ്ട് വെച്ച് ഇറങ്ങി കൊത്തിയെടുക്കാൻ പാടാ. നീ ആ പോക്ക് നടക്കി വെച്ച് അതോടെ കുത്തി കയറുക ചെറുക്കന്റെ. കിട്ടി. ഇതെങ്ങനെ എടുക്കും ഞാൻ? പൊളി. സോസിൽ മുക്കി ഞാനൊന്ന് ഇങ്ങനെ കഴിച്ചോട്ടാ. എങ്ങനെ? ഇങ്ങനെ എനിക്ക് 2 കഴിയുന്നതാ. അതെ, ഞാൻ ഇങ്ങനെ എങ്ങനെയും കഴിച്ചോളാം. കോൽകൾ കളിക്കാമോ? പ്ലീസ് 2 പേരല്ല, പ്ലീസ് 2 കൈ. ശരി, ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ കഴിക്കും? അവനങ്ങനെ കഴിച്ചോളാം, കുഴപ്പമില്ല. ഇവിടെ ഇനി കഴിച്ചോ. ഹാപ്പി അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ ലെറ്റ്സ് ഗോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു റൗണ്ടിൽ ജെംസ് ആണ് ഗൈസ് ഉള്ളത്. ഗൈസ്, അപ്പോൾ ഞാൻ കുറച്ച് ജെംസ് എടുത്തിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഈ പരന്ന പ്ലേറ്റ് നിന്ന് ഇതെടുത്ത് കഴിക്കണം. അതാണ് സിമ്പിൾ അല്ലേ? ആണോ? എന്താണ് എല്ലാ പ്രാവശ്യം അപ്പൊ ആര് കൊടുക്കണം? ഞാൻ കൊടുത്തില്ല, പെണങ്ങണ്ട. എന്തൊരു ചോപ്സ്റ്റിക്ക് തിന്നാൻ പറ്റൂല. അപ്പൊ 2-3 പച്ചയും കൊണ്ടിട്ട്
എന്തോ സംഭവം ഉണ്ട് കേട്ടോ. ആണോ? ആ ഇത് സീനല്ല, ഇതിന് വിധി. അതെ ഞാൻ ഫോർക്കിനോട് ഇങ്ങനെ കുത്തി കഴിക്കണം, കുത്തി തന്നെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റുന്നില്ല. കുത്തി കഴിക്കണം, ഞാൻ ഇവരൊക്കെ കഴിക്കുന്നതാണ്. അത് ഇവിടെ കാണാം. അല്ല അത് ഇതെല്ലാം പൊടിച്ചെനിക്കൊരുവാ. ഇതുണ്ടോ? ഇതുണ്ടോ? അതല്ലേ അതെ അടറ കിട്ടി. ബുദ്ധി ഇജാതി ബുദ്ധി. ഇവൻ എക്സ്പേർട്ട് ആയിട്ടാവോ ചോപ്സ്റ്റിക്കില് എന്ത് സ്പീഡിൽ കഴിക്കുന്നൊക്കെ. നമ്മുടെ ഈ ഒരു റൗണ്ട് അവസാനിച്ചിട്ട് ഏറ്റവും കൂടുതൽ കൊമ്പാത്തിനത്ര 1.5 രണ്ടുപേരോട് ഫുള്ളി കംപ്ലീറ്റ് കഴിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് റൗണ്ടിൽ പോലെ. സോ ഗൈസ്, അപ്പോ ഇത് നമ്മുടെ ലാസ്റ്റ് റൗണ്ട് ആണ് ഇനി നടക്കാൻ വേണ്ടി പോകുന്നത് ഗൈസ്. അപ്പൊ ഈ ഒരു അവസാനത്തെ റൗണ്ടിൽ ഗൈസ് ഞാൻ അവിടെ വെച്ചിട്ടുള്ളത് നമ്മുടെ ചിക്കൻ സൂപ്പാണ് ഗൈസ്. ഓക്കെ, ചിക്കൻ സൂപ്പാ? ഞാൻ നോർമൽ സൂപ്പ് ആയിരിക്കുന്നു. തറവാടിത്തോളം ഇത് പായസമല്ല കേട്ടോ, ഇത് ഒരു 1.5 ഐറ്റം ആണ് ഗൈസ്. ഇത് കുടിക്കേണ്ട ഒരു ഐറ്റം ആണ്. അത് മണം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. ആണല്ലേ? ഇത് മൂക്കുത്തിക്കോ? ഇല്ല, ഇപ്രാവശ്യം ഞാനായിരിക്കും നിങ്ങൾക്ക് തരാൻ വേണ്ടി. എന്റെ സ്പൂൺ ദൈവമേ. ഞാൻ നോക്കണമൊന്നുമില്ല. ഇനിയിപ്പോ കമന്റ് വരും റാഷിക് DB മറ്റേ ഇത് കാണിച്ചോട്ട് ഞാൻ തോന്നുന്നു എടുത്തു. ഇത് ആർക്കാ വേണ്ട? ഓക്കെ, അവനിക്ക് വേണമെന്ന് പറഞ്ഞോണ്ട് അവനക്ക് കൊടുത്തു. എനിക്കറിയില്ല. അടുത്തത് ആർക്കാ വേണ്ട? നിനക്കാണോ? ഇതാർക്കാ വേണ്ട? പിന്നെ മറുപടി പറഞ്ഞേ. നിന്നും മണ്ടനേതൊക്കെയല്ലേ കൊമ്പൻ തന്നെ തുറന്നു. അപ്പം എനിക്ക് എന്താന്നറിയാവാ ഗൈസ്, എനിക്ക് ചോപ്സ്റ്റിക്. സ്പൂണിൽ ചോപ്സ്റ്റിക്. ചോദിച്ചു മേടിച്ചതാണ്. ഇപ്പഴാണ് റാഷിക് DB മാജിക് വരുന്നത്. ഒന്നുമില്ല. ഊതി കുടിച്ചു നോക്കാം. മണത്തോ എവിടെ? അല്ല കോരിക്കോ അങ്ങനെ കോര്. അപ്പൊ കിട്ടിയില്ലേ? കുടിക്ക അതിലുണ്ടാവും. നിനക്ക് എത്രയോട് ചോദിച്ചു കിട്ടി? 4 5 കിട്ടിയത്. അയ്യോ, അത് ഇത് ഭയങ്കര ഇത്. അയ്യോ, ഇവിടെ ഒരാൾ ചിക്കൻ കിട്ടി. ചിക്കൻ കിട്ടി. എന്തിനാ നിങ്ങൾ കോരണേ? ഇവിടെ നിങ്ങൾ വരുമ്പോഴെല്ലാം തീരും. കഷ്ടപ്പെട്ടൊരു ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ചിക്കൻ്റെ പീസ് പോയി. എങ്ങനെ പോയി? ആരും തട്ടരുത്. ചാർലിയുടെ വിജയാണ്. കണ്ണിലെ പോയി. അയ്യോ കിട്ടും. നിങ്ങള് ഫിനിഷ് ചെയ്യാം ഫസ്റ്റ്. എനിക്ക് ചോപ്സ്റ്റിക്ക് കൊടുത്തില്ല. ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ മാറിത്തരാം. സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടില ചാലഞ്ച് വീഡിയോ വരുന്നത്.